ദിവസം മരിച്ചുപോയ മുഹമ്മദ് മദനി എന്ന പ്രഗത്ഭനായ പണ്ഡിതൻ ലോകത്ത് നമ്മളറിയുന്ന ചരിത്രത്തിൽ ആദ്യമായി പ്രിയപ്പെട്ടവരെ ആദ്യമായി നടന്ന ഒരു ശാപപ്രാർത്ഥന സംഗമമുണ്ടായിരുന്നു. ആ ശാപപ്രാർത്ഥനയ്ക്ക് നേതൃത്വം വഹിച്ച പണ്ഡിതനായി എന്താണെന്നറിയോ മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന മനുഷ്യൻ. ആ ആളെ പറ്റിയിട്ട് ഒരു വലിയ ഖലീഫയായിരുന്ന ഒരാൾ പ്രഖ്യാപിക്കാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലശേഷം നുബുവത്തിനെയും വരുമെന്നും ഈ മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന മനുഷ്യൻ അതിൽപ്പെട്ട ഒരു നബിയാണെന്ന് പ്രചരിപ്പിച്ചപ്പോഴാണ് പ്രാർത്ഥനയ്ക്കുള്ള ഇടം വരുന്നത്. മുസ്ലിങ്ങളിൽ എല്ലാ ആളുകളും നിലനിന്നു. അന്നത്തെ സമസ്തയും ജമാഅത്ത് ഇസ്ലാമിയും പോലെയുള്ള എല്ലാ സംഘങ്ങളും ഒരു ഭാഗത്തും ഖാദിയാനികൾ ഒരു ഭാഗത്തുമായി പ്രാർത്ഥിക്കാൻ എന്താണ് അതിന് നേതൃത്വം നൽകിയത്? കഴിഞ്ഞ ആഴ്ച നമ്മളിൽ നിന്ന് ഇവിടെ പറഞ്ഞ ബഹുദനായ ആ പണ്ഡിതനായിരുന്നു. അദ്ദേഹം അവിടെ വെച്ച് വായിക്കുകയാണ്. എന്താണ് ഖാദിയാനികളുടെ കള്ളത്തരങ്ങൾക്കെതിരെ അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണെന്നും മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്നവൻ വ്യാജനാണെന്നും അദ്ദേഹത്തെ നിഷേധിക്കുക എന്നത് അദ്ദേഹത്തെ അവിശ്വസിക്കുക എന്നത് കുഫ്റല്ല എന്നും മുസ്ലിംകൾ പ്രഖ്യാപിക്കാൻ ഈ വാദം കള്ളമാണെങ്കിൽ അല്ലാഹുവിന്റെ ശാപം ഞങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന് ഈ പണ്ഡിതന്റെ നേതൃത്വത്തിൽ മുസ്ലിംകൾ പ്രാർത്ഥിക്കുന്നു. 40ഓളം ആളുകൾ, സ്ത്രീകളടക്കമുള്ള കുട്ടികളടക്കമുള്ള 40ഓളം ആളുകൾ ആമീൻ പറയാണ്. ഈ ചില്ലറയല്ല കാര്യം. ഞങ്ങളുടെ ഈ ആദർശം, ഞങ്ങളിപ്പോൾ പ്രഖ്യാപിച്ച ഈ സംഗതി, ഈ മനുഷ്യൻ നബിയല്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഈ ആദർശത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഇത് തെറ്റാണെങ്കിൽ പടച്ചതമ്പുരാനെ ഞങ്ങൾക്ക് നിന്റെ ശാപം വന്നോട്ടെ എന്ന് പറഞ്ഞ് ആമീൻ പറയുന്ന വല്ലാത്തൊരു ആലോചിച്ചു. എതിരാളികളായ ആളുകൾ എന്ത് പ്രാർത്ഥിച്ചു? ഇതേപോലെ തന്നെ മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി നബിയാണെന്നും അത് വിശ്വസിക്കാത്ത ഇവർക്ക് ശാരീരികമായ ഉന്മൂലനമാണ് ഫലമായി വരേണ്ടതെന്ന് പ്രഖ്യാപിച്ചു. പമ്പിച്ച എന്താ പറയാ നാശം വരാൻ പോകുന്നത്. പക്ഷെ എന്തുണ്ടായി? ശരിക്കും അന്നത്തെ ഈ ശാപപ്രാർത്ഥനയിൽ പങ്കെടുത്ത ഈ മനുഷ്യനടക്കമുള്ള ആളുകൾ എത്രയോ പെട്ടെന്ന് മാരകമായ അപകടത്തിലോ മറ്റോ ആയിട്ട് മരിച്ചു പോകണമെന്ന നിലക്കാണ് അവർ പ്രാർത്ഥിച്ചത്. പക്ഷെ എന്തുണ്ടായി എന്ന് വെച്ചാൽ ആ നാട്ടിലുള്ള കുടിയൊട്ടിയിലുള്ള യുവാക്കളടക്കമുള്ള കുറെ ആളുകൾ ഖാദിയാനിസം വിട്ട് ഇസ്ലാമിലേക്ക് വരുന്ന അവസ്ഥ ഉണ്ടായി. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആളുകൾക്ക് അതിലൂടെ എന്തുണ്ടാക്കി? ഒരുപാട് ആളുകൾക്ക് ഹിദായത്ത് കാരണമായി. അവരുടെ മുഖപത്രത്തിന്റെ എഡിറ്ററായ ആ മനുഷ്യനും അദ്ദേഹത്തിന്റെ 20ഓളം കുടുംബാംഗങ്ങളും അതിൽ നിന്ന് വിട്ടുമുട്ട് കൊണ്ടുവന്നു. ഇത് മാത്രവുമല്ല, ആ മനുഷ്യരുടെ പ്രാർത്ഥന വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ ആഴ്ച നമ്മളിൽ ഇവിടെ പറഞ്ഞ പണ്ഡിതന് അതിനുശേഷം 35 കൊല്ലം ആയുസ്സ് നൽകി. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.